ഹായ് ഗൈസ്, എല്ലാവർക്കും മൊബൈൽ ക്യാൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് റിയൽമിയുടെ ഏറ്റവും പുതിയ മോഡലായ റിയൽമി 7i നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മോഡലാണ് റിയൽമിയുടെ 7i. ആ മോഡലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. അതിനു മുമ്പ് ഇതുപോലുള്ള പുതിയ പുതിയ അൺബോക്സിംഗ് വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഗൈസ്, ഇതാണ് റിയൽമിയുടെ 7i. റിയൽമി സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ മഞ്ഞ പായ്ക്ക് തന്നെയാണ് റിയൽമിയുടെ 7i വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഫോണിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് എന്നുള്ള എഴുത്തുണ്ട്. നമുക്ക് ഇവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് ഗ്രീൻ കളറാണ് ഇതിൻ്റെ. അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂഷൻ ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് റിയൽമി 7iയുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റിയൽമിയുടെ 7i എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ. നമുക്ക് ആദ്യം ഈ ഫോണൊന്ന് മാറ്റി വെക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് റിയൽമി കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിയൽമിയുടെ എല്ലാ ഫോണുകൾക്കും അത് നല്ലൊരു ബാക്ക് കവർ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അതാണ് ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. നല്ലൊരു ബാക്ക് കവർ റിയൽമി 7iയുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ കേസാണ്, നല്ലൊരു കേസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, റിയൽമി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ലൊരു കേസ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സേഫ്റ്റി ഗൈഡ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും അത് ഉപയോഗിക്കുന്ന രീതികളും എല്ലാം കുറിച്ചുള്ളൊരു സേഫ്റ്റി ഗൈഡ് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ എല്ലാവർക്കും അറിയാം, ഹെഡ്ഫോൺസ് ഇപ്പം ഒരു ഫോണിൻ്റെ കൂട്ടത്തിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ചാർജർ 18 വോൾട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. നമുക്ക് 18 വോട്ടാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ വരുന്നത്. 18 വോൾട്ടിൻ്റെ മൊഡ്യൂളും അതിൻ്റെ തന്നെ കേബിളും ഇതിൻ്റെ കൂട്ടത്തിൽ റിയൽമി കൊടുക്കുന്ന കൂട്ടത്തിൽ കേബിളും കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ കവറിൽ നമുക്ക് വരുന്നത്. ഇതാണ് റിയൽമി 7iയുടെ കൂടുതൽ നമുക്ക് കിട്ടുന്ന കവറും ചാർജറും. ഓക്കെ, നമുക്കിനി ഫോണ് എന്താണ്, ആ ഫോണിൻ്റെ സംഭവങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റിയൽമി 7i. കാണാനും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള മോഡലാണ്. ക്യാമറ സൈഡ് പഞ്ചിൽ ക്യാമറ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഗ്രീനാണ് നമുക്കിവിടെ അൺബോക്സ് ചെയ്യാൻ കിട്ടുന്ന കളറെന്ന് പറഞ്ഞിരുന്നു. ഗ്രീൻ ആണെങ്കിലും നമുക്കറിയാം ഒരു നല്ലൊരു ഷെയ്ഡാണ്, ഒരു ഡബിൾ ഷെയ്ഡ് പോലെയുള്ള ഷെയ്ഡാണ് ഇതിനകത്ത് റിയൽമി 7i ഉദ്ദേശിക്കുന്നത്. ഇവരുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇങ്ങനത്തെ ഒരു ഷെയ്ഡുകളിൽ നമുക്ക് വ്യത്യസ്തമായ ഒരു ബാക്ക് ഷെയ്ഡിൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് റിയൽമി. നമുക്ക് ഈ ഫോണൊന്ന് ഓണാക്കി കാണാം. ഓക്കെ, ഇതാണ് റിയൽമിയുടെ 7i എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് പറയാം. 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ്, 6.5 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഇവിടെ തന്നെ IPS LCD ആണ് ഡിസ്പ്ലേക്ക് യൂസ് ചെയ്യുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ IPS LCD ആണ് വരുന്നത്. കൂടാതെ തന്നെ കോണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അത് കിട്ടുന്നുണ്ട്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് സംബന്ധിച്ച ചെറിയൊരു ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞുതരാം. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഗോറില്ല ഗ്ലാസ് എന്താണെന്നുള്ളത്. നോർമലി ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഫോണിൽ വീഴില്ല. എന്താണെങ്കിലും നമ്മൾ സ്ക്രീൻ ഗാർഡിൽ ചെയ്യാറുണ്ട്. എന്നാലും നോർമലി ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചസുകൾ കോണിംഗ് ഗോറില്ല ഗ്ലാസ്സിൽ വീഴാറില്ല. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഫീച്ചറാണ്. ആ ഫീച്ചർ ഫോണിന് കമ്പനി കൊടുക്കുന്നുണ്ട്. 7iക്ക് ആ ഫീച്ചറുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 662 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്ററായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. സ്നാപ്ഡ്രാഗൻ്റെ 662 എന്ന പ്രൊസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ബാറ്ററി നമ്മൾ പറഞ്ഞിരുന്നത് 5000 mAh ബാറ്ററി ഉണ്ട്. കൂടാതെ തന്നെ 18 വോൾട്ടിൻ്റെ ക്വിക്ക് ചാർജിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു ഇഷ്യൂസും ഈ ഫോണിൽ ഉണ്ടാകത്തില്ല. കൂടാതെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവലിംഗ് ചെയ്യുന്ന ടൈമിലോ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി 18 വോൾട്ടിൻ്റെ ചാർജിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ ചാർജായി
നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിനകത്ത് റിയൽമി ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് 10 വെർഷനാണ്. 10 വെർഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള OS ആണ് ആൻഡ്രോയിഡ് 10. എബൌട്ട് ഫോണിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് 10 ആണ് വന്നിരിക്കുന്നത്. റിയൽമിയുടെ UI വേർഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിയൽമി UIയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 662 ആണ്. നമുക്കിവിടെ അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വേരിയൻ്റ് എന്ന് വെച്ചാൽ 4GB 64GB ആണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വേരിയൻ്റ്. കൂടാതെ അതിൻ്റെ ക്യാമറ വരുന്നത് 64 MBയുടെ മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. 64 MB ആണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. കൂടാതെ 8-2-2 4 ക്യാമറ ഇതിൽ ബാക്ക് ക്യാമറ ആയിട്ട് വരുന്ന 4 ക്യാമറയാണ്. ഓക്കെ, നമ്മളിപ്പം അടുത്തതായി എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ഇതുണ്ട്, ചാർജർ ഏത് ടൈപ്പാണെന്നുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം C ടൈപ്പ് ചാർജറാണ് കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. അതിൽ റിയൽമി 7iയും C ടൈപ്പ് ചാർജറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും കാണാം C ടൈപ്പ് ചാർജറാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ഫോൺ ജാക്കും ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. C ടൈപ്പ് ചാർജർ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ചാർജിങ് ഈസി ആക്കാം, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. 18 വോൾട്ടിൻ്റെ ക്വിക്ക് ചാർജറും കൂട്ടത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ചാർജിങ്ങും നടക്കും. അതുകൊണ്ട് ചാർജിങ് പാർട്ടും റിയൽമി 7iയുടെ നല്ല ഒരു ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റിയൽമിയുടെ ഈ സൂപ്പർ ഫോൺ റിയൽമി 7i എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് 2 വേരിയൻ്റ് ആയിട്ടാണ് നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB 64 വേരിയൻറ്റും 4GB 128 വേരിയൻറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില വരുന്നത് 4GB 64 വരുമ്പോഴത്തേക്കിന് 12,500ഉം 4GB 128 വരുമ്പോഴത്തേക്കിന് 13,500. 1000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ ഫോണുകൾ തമ്മിലുള്ള റാം വേരിയൻറ്റിൽ വ്യത്യാസം വരത്തുള്ളൂ. ഇതിന് 2 കളർ വേരിയൻ്റ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കണ്ട ഫ്യൂഷൻ ഗ്രീനും കൂടാതെ തന്നെ ഒരു വേരിയൻറ്റ് വരുന്നത് ഫ്യൂഷൻ ബ്ലൂ ആണ് വരുന്നത്. 2 വേരിയൻ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 വേരിയൻറ്റും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പം എല്ലാവർക്കും ഈ ഫോൺ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിയൽമി 7iയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള അൺബോക്സിംഗ് വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.